ഉച്ച കഴിയുമ്പോൾ വീണ്ടും മക്കൾക്ക് വേണ്ടി ചെയ്തതാ. മോക്കൊക്കെ കൊടുത്തു വിട്ടത് ഒരു പിടിയെ കാണും. ഞാൻ മോളെ വിട്ടിട്ട് വരുന്ന വഴി കേട്ടോ. അപ്പോൾ ഒരു 6:50 ഉള്ളൂ. പക്ഷേ വിയർത്ത് കുളിക്കുക, നല്ല വെയിലും. എന്നാലും ഇപ്പം നടക്കാൻ പറ്റുക, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒട്ടും വെക്കൂല. അമ്പാടിച്ചൻ കിടന്നുറങ്ങുമോ. ഇനി അരമണിക്കൂർ കഴിയുമ്പോഴേ അവനെ വിടണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു ചെമ്പരത്തി പൂവ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഇതേണ്ട ഇവിടെ കുറേ മുല്ല പൂത്ത് പോണ്ട്, നല്ല മണമാണ് കേട്ടോ. ഒരു പൂ വെച്ചട്ടെ. അങ്ങനെ തിരിച്ച് കയറി വന്ന് ഇപ്പം 7 മണിയായി കേട്ടോ. ഇനിയിപ്പോൾ 7:45 കഴിയുമ്പോഴത്തേക്ക് അമ്പാടിച്ചനെ കൊണ്ടുപോകണം. ഏട്ടൻ ചോറ് കൊണ്ടുപോയി. ഭവ്യക്കുട്ടി അപ്പമാണ് കൊണ്ടുപോയി. അപ്പവും തോത്തിയ ചമ്മന്തിയും ഉണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി. പിന്നെ ഇനി അമ്പാടിച്ചന് കൊടുത്തു വിടണം, അവനെയും കൊണ്ട് പോകണം. അപ്പോൾ 7 മണിയായി ഇപ്പോൾ. ഇനി വെള്ളമൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഞാനേ അമ്പാടിയും ഉണ്ടാക്കിയിട്ട് വന്നു. ഇപ്പം തോന്നെ നടന്നില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ കയറി പോരുന്നത്, കാരണം വെയിലും ഉണ്ട്. പിന്നെ ഇനി 2 ദിവസം അവധിയായിരുന്നല്ലോ. ഇവിടെ ഫുൾ അലങ്കോലമാണ്. ഇനി ഇത് ഒന്നേന്ന് തുടങ്ങണം, നമ്മുടെ യുദ്ധം തുടങ്ങണമെന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കൊഞ്ചിരിപ്പുണ്ടേ. അമ്പാടിക്ക് കൊഞ്ച് വേണം പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അങ്ങനെ കുറച്ച് കൊഞ്ച് മേടിച്ച്. ഇനി അത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിളിക്കാൻ പോകണം ഉച്ചയാകുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു വഴിയാകുമെന്നേ ഈ വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ അപ്പമാണ് കേട്ടോ ഇന്നത്തെ കാപ്പിക്ക്. അപ്പവും ഞാൻ പറഞ്ഞില്ലേ മോക്കൊക്കെ കൊടുത്തു വിട്ടത്, അമ്പാടിക്ക് ഇത് തന്നെ കൊടുത്തു വിട്ടത്. കഴിക്കട്ടെ. കുറേ നേരം അവിടെ എവിടെയൊക്കെ ഇരുന്നേ. ഇനിയിപ്പോൾ ഇതാ കൊഞ്ച് വാങ്ങിയത് ഇരിക്കുന്നു. ഇത് പുറത്തോട്ടെടുത്ത് വെക്കട്ടെ, കട്ടിയായിപ്പോയി. അമ്പാടി കുറേ ആയിട്ട് ആഗ്രഹം പറയുന്നു, അങ്ങനെ കുറച്ച് മേടിച്ചതാണ്. ഇനി ഇത് തൊലി വലിച്ച് വരുമ്പോഴേ ഒരു പിടിയേ കാണുള്ളൂ കേട്ടോ. അത് കാണുമ്പോൾ കുറേ അങ്ങ് തോന്നിയാൽ തൂക്കാനും വരാനൊക്കെ കുറേ കിടക്കുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കേ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ ഇതിൻ്റെ തൊലിയൊക്കെ പൊളിക്കാം. ചോറ് ഇത്രയേ ഇരിപ്പുള്ളൂ. ഏട്ടന് കൊണ്ടുപോകാനായിട്ടേ ചുമന്ന അരിയായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ പെട്ടെന്നൊന്ന് വിസിൽ ചെയ്യിപ്പിച്ച് വെച്ചതാണ്. അവിയലും ഉണ്ടായിരുന്നു, മോരും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വൈകിട്ടത്തേക്കാണ്. ഇനി കഴുകാനുള്ളതൊക്കെ ഓരോരുത്തരുടെ ആയിട്ട് പറക്കണം. അലമാരി വെക്കാനുള്ളത് വേറെ, നിരന്ന് കിടക്കുക ഓരോരുത്തടത്തായിട്ട്. AC-യുടെ റിമോട്ട്, ചായ കുടിച്ചത്, പിന്നെ അവൾക്കുള്ള ചെരുപ്പ് എല്ലാം പറഞ്ഞില്ലേ. 2 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ. പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടേ. ലാപ്ടോപ്പ്, സോക്സ് കണ്ടിലിരിക്കുന്നതെല്ലാം രാവിലെ ഇട്ടുകൊണ്ട് പോയതിൻ്റെ ബാക്കിയാട്ടോ. പുതിയത് മേടിച്ചതാണ്. ആണല്ലോ എല്ലാം കൂടെ അങ്ങ് വാരിയെടുത്ത് അവക്കുള്ള ഇത് വെള്ള ഡ്രസ്സുകളെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത്, അല്ലാതുള്ളതൊക്കെ വേറെ എടുക്കാം. കഴുകി ഇട്ടേക്കുന്നതൊക്കെ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇതേ വീണ്ടും നിരത്തിയേക്കുന്നതൊക്കെ കണ്ടോ, അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കും. ഇനി ഇതെല്ലാം പറക്കൊണ്ട് മടക്കണം, വിരിക്കണമെന്നല്ല മടക്കണം. ഇതേ ഇതിനകത്ത് ഇങ്ങനെ പല പല സെക്ഷനായിട്ട് തിരിച്ച് വെച്ചൊക്കെ കളർ പോകുന്ന വേറെ, കളർ പോവാത്ത വേറെ, പണിയോട് പണി. സൺഡേ ആയാലേ ഇതാണ് മെയിൻ പണികൾ. എല്ലായിടും ഒന്ന് പറക്കി ഒതുക്കി ഒരാഴ്ചത്തെ അവരുടെ ബഹളം മൊത്തം ഒന്ന് റെഡിയാക്കി വീട് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് പിന്നെ ഒന്നിന് നേരം കാണത്തില്ല. ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇനി ഉച്ച കഴിയുമ്പോൾ വീണ്ടും കഴുകാനുണ്ട്. ഇവരുള്ള എല്ലാം ഒന്ന് മഴക്കി വെച്ചു കേട്ടോ. എല്ലായിടമൊക്കെ ഒന്ന് ക്ലീനാക്കി. തറ ക്ലീനാക്കിയിട്ടില്ല ഇനി. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ. ഇനി ഇതങ്ങ് അടച്ച് വെക്കുക ഓഫ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കൂടുതലാവും. ഇനി അപ്പോൾ തറ അങ്ങ് തുടയ്ക്കാമെന്ന് കരുതി. തുടയ്ക്കുമല്ല, കഴുകണം. ആദ്യമേ ഒന്ന് തൂത്ത്
പിന്നെ വേസ്റ്റ് ഒക്കെ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ അങ്ങ് കൊണ്ട് കളയണം. അതിനും പെട്ട് ഇവിടെ എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി കുറച്ച് ലിക്വിഡും ഒക്കെ ഒഴിച്ചേ ഉരച്ചങ്ങ് കഴുകണം. പിള്ളേരുള്ളപ്പോൾ ഈ കഴിവൊക്കെ നടക്കത്തില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും, തെന്നി വീഴാനൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നതിനും പെട്ടേ ഇതങ്ങ് ചെയ്താലേ ഉണങ്ങിയും കിടക്കും. ഫാനും ഒക്കെ ഇട്ട് ഫുള്ളിങ്ങനെ നിൽക്കുമല്ലോ, അപ്പം പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കൊള്ളും. തറയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കേ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഈ ഇപ്പോൾ അതങ്ങ് ഊറ്റണം. പിന്നെ കൊഞ്ച് കുറച്ചെടുത്ത് അമ്പാടിക്ക് ഫ്രൈ ചെയ്യണം. കൊഞ്ച് റോസ്റ്റ് ചെയ്യാനായിട്ടേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ കോൺഫ്ലവറും ഉണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടെ ചേർത്ത് ഒരു പേസ്റ്റാക്കി, സവാളയും കൂടെ ചേർത്ത്. അപ്പോൾ അതങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പാനിലോട്ട് ചെറിയ തീയിലങ്ങ് വെക്കുമ്പോഴേ അതൊന്ന് റോസ്റ്റായി കിട്ടും. എനിക്കൊരു മുട്ട എടുത്ത് പൊരിച്ചേ ചോറ് കഴിക്കാൻ പോവാം. അമ്പാടിച്ചനെ വിളിക്കാൻ പോകുന്നതിനും വിട്ടേ ഇത് ചോറ് കഴിച്ചില്ലെങ്കിലേ വിശപ്പ് ഭയങ്കര. മുട്ട കൊഞ്ചൊക്കെ ആവുന്നേ ഉള്ളൂ, ഇപ്പോഴത്തേക്ക് വിശക്കുന്നു. ഇനിയിപ്പോൾ അവനെ വിളിക്കാൻ പോകണമല്ലോ, കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പോകില്ല. അവന് കൊടുക്കും, അവൻ്റെ ബഹളത്തിനും ഒപ്പം നിൽക്കണം. ഫാൻ കിടക്കുന്നേ, അതുകൊണ്ട് സൗണ്ട് എത്രമാത്രം ക്ലിയർ ആവുമോ എന്തോ. ഫാനില്ലാതെ ഇരിക്കുക, അപ്പം തന്നെ വിയർത്തൊഴിക്കുക. ഇനി ഇത് കഴിക്കട്ടെ. അപ്പം നമ്മുടെ കൊഞ്ച് ഇതാ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനിയിപ്പം 12:30 ആവുന്നു കേട്ടോ. അമ്പാടിച്ചനെ വിളിക്കാൻ പോകാറായി. അവനെ വിളിക്കാൻ പോകുമ്പോഴേ വേസ്റ്റ് കളയാനായിട്ട് എടുത്ത് വെച്ചേക്കുക. പിന്നെ വെള്ളം ഇന്ന് വരും, അപ്പോൾ അതിനുള്ള ബോട്ടിലും എടുത്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ വിളിക്കാൻ പോവുക. വിയർത്തൊരു വഴിയായി. അവനെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി അവന് ചോറ് കൊടുക്കട്ടെ. സഹിക്കാൻ വയ്യാത്ത ചൂട്. നമ്മുടെ കൊഞ്ച് റെഡിയായത്. ഇനി ചോറെടുക്കട്ടെ. അവനെ ചോറൊന്നും കഴിക്കില്ല. ചോറവന് ഇഷ്ടമേ അല്ല. അപ്പോൾ കൊഞ്ച് ഇഷ്ടമാണ്. കൊഞ്ച് അതുകൊണ്ട് കൊടുക്കാം. മോരുണ്ട്, അതവന് വേണമെന്നില്ല. അപ്പോൾ ഇത് മാത്രം മതി അവന്. ഇന്നത്തെ നമ്മുടെ ഉച്ച ഊണ് മക്കൾക്ക് വേണ്ടി ചെയ്തതാണ്. ബാക്കി കൊഞ്ച് ചെയ്തതേ ഞാൻ പിന്നെ വീഡിയോ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവന് കൊടുക്കട്ടെ. രാവിലെ തൊട്ട് ഉച്ച വരെ 1 മണി വരെയുള്ള പരിപാടിയായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ നിർത്തുകയാണ്. ഇനി കൂടുതലായാലേ നിങ്ങൾക്ക് ബോറടിക്കും. ഇനിയും പണികൾ എനിക്ക് ശരിക്കും കിടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് നിർത്തുകയാണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊപ്പം കൂടിക്കോണം. ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.